പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്നുള്ള നമ്മുടെ തേർഡ് സെമസ്റ്ററിലെ കോർ പേപ്പറിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളിലെ അവസാനത്തെ ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് DPSP എന്നതാണ്. DPSP എന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നാണ്. അപ്പോൾ എന്താണ് DPSP, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിലെ ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ അതിനെ മലയാളത്തിൽ നമ്മൾ പറയുന്ന പേരാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ആദ്യം എന്താണ് നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ അവസരത്തിൽ അന്ന് ഒഫീഷ്യലി നമ്മുടെ രാജ്യത്ത് നിയമമാക്കാതിരുന്ന അല്ലെങ്കിൽ അവകാശമാക്കി മാറ്റാതിരുന്ന കുറച്ച് കാര്യങ്ങൾ ഭാവിയിൽ നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം അവിടെ തയ്യാറാക്കി വെച്ചതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒഫീഷ്യലി നമ്മുടെ രാജ്യത്ത് ഔദ്യോഗിക നിയമമായിട്ട് മാറ്റാതെ ഭാവിയിൽ നിയമങ്ങൾ നിർമ്മിക്കുന്ന അവസരത്തിൽ നമ്മുടെ രാജ്യം കൈക്കൊള്ളേണ്ട ചില ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഉൾപ്പെടുത്തിയതിനെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള ആശയം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ രാജ്യം നേരത്തെ നമ്മൾ മൗലികാവകാശങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണെന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഒരു ഭാഗം, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള ആശയം കടമെടുത്തിട്ടുള്ളത്. ഈ നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാതാവായിരുന്ന അല്ലെങ്കിൽ നിർമ്മാതാക്കളിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്ന ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ നോവൽ ഫീച്ചർ എന്നുള്ള രീതിയിലാണ് ഇതിനെ പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് നോവൽ ഫീച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേരിലാണ് അദ്ദേഹം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ DPSPയെ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ഈ DPSPയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാമതായിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ നിർമ്മിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ നിയമങ്ങൾ നിർമ്മിക്കുമ്പോഴോ ഭാവിയിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയോ ചെയ്താൽ നിയമനിർമ്മാണത്തിൽ നമ്മുടെ രാജ്യം സ്വീകരിക്കേണ്ട ചില അടിസ്ഥാന ആശയങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങളൊക്കെയാണ് DPSP എന്നുള്ള രീതിയിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആശയം, ഇങ്ങനെ ഒരു വാദം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി ഈ നിർദ്ദേശക തത്വങ്ങളിൽ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം ഒരു ജനാധിപത്യ വ്യവസ്ഥ രൂപപ്പെടേണ്ടതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന നമുക്കിതിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് 36 മുതൽ 51 വരെ എന്ന് പറഞ്ഞല്ലോ, അതിൽ നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു പോകാൻ ഈ ഒരു ആശയം അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മുടെ രാജ്യത്ത് കൃത്യമായ രീതിയിൽ നീതി നിലനിൽക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സാമൂഹിക നീതി വേണമല്ലേ. അപ്പം സാമൂഹിക നീതി നിലനിൽക്കാൻ, സ്വാതന്ത്ര്യം നിലനിൽക്കാൻ, രാജ്യത്ത് സമത്വം നിലനിൽക്കാൻ, സാഹോദര്യം നിലനിർത്താൻ ഒക്കെ ഈ ഘടകങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് അല്ലെങ്കിൽ ഈ ഘടകങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് കൃത്യമായി ഉറപ്പുവരുത്തുന്നതിന് ഭരണഘടനയുടെ ആമുഖത്തിൽ വിശദീകരിച്ച രീതിയിൽ നമ്മുടെ രാജ്യത്തെ ഒരു ക്ഷേമ രാജ്യമാക്കി മാറ്റുന്നതിനൊക്കെയാണ് ഈ ഒരു DPSP എന്നുള്ള ആശയം നിലകൊള്ളുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് സാമൂഹിക നീതി, നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതോടൊപ്പം ക്ഷേമം ഒക്കെ ഉറപ്പാക്കാൻ ഈ ഒരു DPSP കൃത്യമായി സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, നമുക്ക് ഏതെങ്കിലും മൗലികാവകാശങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിൽ നമുക്ക് നേരെ കോടതിയിൽ പോയിട്ട് അതെന്ത് ചെയ്യാം, നേടിയെടുക്കാൻ പറ്റും. എന്നാൽ ഇവിടെ ഈ ഒരു DPSP എന്ന് പറയുന്ന ഭാഗം കോടതി വഴിയോ മറ്റൊന്നും നേടിയെടുക്കാൻ പറ്റാത്തതാണ് എന്നുള്ളതാണ് ഇവിടെ അടുത്ത സവിശേഷതയായിട്ട് പറയുന്നത്. അതായത് മൗലികാവകാശങ്ങൾ പോലെ നേരിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. ഇത് രാജ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
ഓക്കെ. പിന്നെ നമുക്ക് പറയുന്ന പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ആശയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൗലികാവകാശങ്ങളെ പോലെ നേടിയെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതാണ് നോൺ ജസ്റ്റിഷ്യബിൾ ഇൻ നാച്ചർ എന്ന് പറയുന്നത്. നോൺ ജസ്റ്റിഷ്യബിൾ ഇൻ നാച്ചർ എന്ന് പറഞ്ഞാൽ നിയമപരമായി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് DPSPയുടെ മറ്റൊരു പ്രത്യേകത. മൗലികാവകാശങ്ങളെപ്പോലെ അല്ലെങ്കിൽ മറ്റ് അവകാശങ്ങളെപ്പോലെ നമുക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ലഭ്യമായില്ലെങ്കിൽ കോടതിയിൽ പോകുക എന്നുള്ളത് അത്ര പോസിബിളല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ ഒരു DPSPയുടെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭരണഘടനയിൽ ക്ലാസിഫിക്കേഷനൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചിന്തകരൊക്കെ 3 രീതിയിൽ DPSPയെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ടും നമ്മുടെ DPSPയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒന്ന് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിലും, രണ്ടാമത്തേത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എന്നുള്ള രീതിയിലും, മൂന്നാമത്തേത് ലിബറൽ പ്രിൻസിപ്പിൾസ് എന്നുള്ള രീതിയിലുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള കാര്യങ്ങൾ ഇതിൽ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ സോഷ്യലിസ്റ്റിക് ആവാം, ചിലപ്പോൾ ഗാന്ധിയൻ ആവാം, ചിലപ്പോൾ ലിബറൽ ആവാം. ആ രീതിയിൽ 3 ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ നടത്താറുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാക്കി മാറ്റുന്നതിനുള്ള ചില അടിസ്ഥാന കാര്യങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന ആശയങ്ങളെയാണ് ഇവിടെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് എന്നുള്ള രീതിയിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സമൂഹത്തിൽ അസമത്വം അവസാനിപ്പിക്കുന്നതിനും എല്ലാവർക്കും നീതി, സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ അവകാശങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിനും ഈ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിൽ വരുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ അതിൽ പറയുന്നത് റൈറ്റ് ടു ആഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഫോർ ഓൾ സിറ്റിസൺ. നമ്മുടെ രാജ്യത്തുള്ള എല്ലാവർക്കും ബേസിക്കായിട്ട് ജീവിക്കാൻ അവകാശമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ലഭ്യമാവുക എന്നുള്ളത് ഒരവകാശമാണ്. ഓക്കെ. അപ്പോൾ അത് DPSPയിൽ പറയുന്നുണ്ട്. രണ്ടാമത്തേത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഫോർ ദി കോമൺ ഗുഡ്. നമ്മുടെ രാജ്യത്തുള്ള സമ്പത്ത്, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ അതിൻ്റെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷന്, നീതിയുക്തമായിട്ടുള്ള വിതരണം നടത്തുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തേതായിട്ട് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ രാജ്യത്തിൻ്റെ സമ്പത്ത് ഏതെങ്കിലും 1, 2, 3 ആളുകളുടെ കൈവശം മാത്രം എത്തിച്ചേർന്നാൽ പോരാ. രാജ്യത്തിൻ്റെ സമ്പത്ത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ സമ്പത്ത് ഏതെങ്കിലും വ്യക്തികളിൽ കേന്ദ്രീകരിക്കുന്നതിനെ എതിർക്കുകയും പകരം ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ എല്ലാവർക്കും സാമ്പത്തിക കാര്യങ്ങളിൽ അവസരം ലഭ്യമാകുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് DPSPയിലെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളായിട്ട് പറയുന്നുണ്ട്. നാലാമത്തേത് പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ. ഒരേ ജോലി സ്ത്രീ ചെയ്താലും പുരുഷൻ ചെയ്താലും അവർക്കൊക്കെ തുല്യമായ വേതനം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് നാലാമതായിട്ട് പറയുന്നത്. പിന്നെ പറയുന്ന മറ്റൊരു ആശയമാണ് പ്രിസർവേഷൻ ഓഫ് ദി ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് വർക്കേഴ്സ് ആൻഡ് ചിൽഡ്രൻ അഗൈൻസ്റ്റ് ഫോഴ്സിബിൾ അബ്യൂസ്. നമ്മൾ രാജ്യത്ത് കുട്ടികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ ഒന്നും നിർബന്ധിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ലെന്നുള്ളതും അതോടൊപ്പം തൊഴിലാളികളുടെയും കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കണം എന്നുള്ളതൊക്കെ ഇവിടെ പറയുന്നുണ്ട് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളായിട്ട്. F പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻസ്. കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അവസരങ്ങൾ രാജ്യം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ആർട്ടിക്കിൾ 39 പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമസഹായം ലഭ്യമായിക്കൊള്ളണമെന്നില്ല. നിയമസഹായം എന്ന് പറഞ്ഞാൽ ഒരു കേസ് വന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ വന്നാലൊക്കെ അവർക്ക് കൃത്യമായ ലീഗൽ എയ്ഡ് കിട്ടുക, നിയമസഹായം കിട്ടുക എന്നുള്ളത് നമ്മുടെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് എന്നുള്ള രീതിയിൽ DPSPയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിയമസഹായം ആവശ്യമുള്ള താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് കൃത്യമായ സൗജന്യമായ നിയമസഹായം ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളാണ് DPSPയിൽ പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് ടു സെക്യൂർ ദ റൈറ്റ് ടു വർക്ക്. നമുക്ക് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ അതോടൊപ്പം എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ് ഇൻ കേസസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി ജോലിയില്ലാത്ത അവസരത്തിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് സഹായം കിട്ടാൻ, ഇനി നമ്മൾ വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് സഹായം കിട്ടാൻ, അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യകരമായി
പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസേബിൾ ആയി കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് സഹായം ലഭ്യമാകുക എന്നുള്ളതൊക്കെ നമ്മുടെ അവകാശമാണ്. ആ രീതിയിൽ ഒരു DPSPയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളായിട്ട്. അതായത് ജോലി, വിദ്യാഭ്യാസം, പൊതുവായിട്ടുള്ള സഹായം ആവശ്യമുള്ള അവസരത്തിൽ അത് ലഭ്യമാകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളായിട്ട് പറയുന്നതാണ് മെറ്റേണിറ്റി റിലീഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലൊക്കെ സ്ത്രീകൾക്ക് ജോലി ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ അവസരത്തിൽ അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാവുക എന്നുള്ളത് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളായിട്ട് നമ്മുടെ ഭരണഘടനയിൽ DPSPയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് എന്നുള്ള രീതിയിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ DPSPൻ്റെ ഒരു പ്രത്യേകത, ഈ DPSPയിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ വിശദീകരണം, നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കുമ്പോഴും മറ്റുമൊക്കെ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണം നടത്തുന്ന നമ്മുടെ പാർലമെൻറ്റ് സംവിധാനങ്ങളെ സമീപനം നടത്തേണ്ടത് ഈ DPSPയുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് DPSPയിലെ കാര്യങ്ങൾ വെച്ചിട്ട് നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെൻറ്റ് ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നീട് നമ്മുടെ രാജ്യത്ത്, അതായത് നമ്മുടെ DPSP ഒക്കെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് 1950-ലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അവകാശമായിട്ട് നിയമങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും, മാറിയിട്ടുണ്ടാകും എന്നുള്ളത് നിങ്ങൾ കൃത്യമായി ഓർക്കണം. ഇനി നമ്മുടെ DPSPയിലെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, മഹാത്മാഗാന്ധിൻ്റെ കുറച്ച് ആശയങ്ങൾ DPSPയിൽ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിയുടെ ഐഡിയോളജീസ്, ആശയങ്ങളൊക്കെ ഭരണഘടനയിൽ DPSPയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്ത് പിന്നീട് നിയമമായിട്ട് മാറിയിട്ടുള്ള മറ്റൊരു സംവിധാനമാണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യത്ത് നടപ്പിലാക്കുക എന്നുള്ളത് ഗാന്ധിയുടെ പ്രധാനപ്പെട്ടൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഗാന്ധിൻ്റെ ഒരു കോട്ടുണ്ട്, അതായത് ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്, ഗ്രാമങ്ങൾ വികസിച്ചാലേ ഇന്ത്യ വികസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഗ്രാമങ്ങളുടെ വികസനത്തിന് അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു ആശയമായിരുന്നു പഞ്ചായത്തി രാജ് സംവിധാനം. അന്ന് DPSPയിൽ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരത്തിൽ നമ്മൾ DPSPയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ഉൾക്കൊള്ളിക്കുകയും എന്നാൽ പിന്നീട് 1993 രാജ്യത്ത് ഔദ്യോഗികമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് ഈ പഞ്ചായത്ത് രാജ് ആശയങ്ങൾ സ്വാതന്ത്ര്യം കിട്ടുന്ന അന്ന് മുതൽ നടപ്പിലാക്കിയിട്ടില്ല. പകരം 1992 നിയമം പാസ്സായത്. 93 രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ ഒഫീഷ്യലി നടപ്പിലാക്കാൻ തുടങ്ങിയത്. ഇനി അപ്പോൾ ഒന്നാമത്തേതായിരുന്നു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്. പ്രധാനപ്പെട്ട ഗാന്ധിയൻ ആശയമാണ് ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത് എന്നുള്ളത്. അത് ആർട്ടിക്കിൾ 40 ഉൾപ്പെടുത്തിയിരുന്നത്. രണ്ടാമത്തേതായിരുന്നു ടു പ്രൊമോട്ട് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ കോർപ്പറേഷൻ ബേസ്ഡ് ഓൺ റൂറൽ ഏരിയാസ്. നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള പ്രധാനപ്പെട്ട കോട്ടേജ് ഇൻഡസ്ട്രീസ്, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഗാന്ധിയൻ ആശയമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 43 ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ദെൻ മൂന്നാമത്തേത് പറയുന്നത് ടു പ്രൊമോട്ട് വോളണ്ടറി ഫോർമേഷൻ, ഓട്ടോണമസ് ഫങ്ഷനിങ്, ഡെമോക്രാറ്റിക് കൺട്രോൾ ആൻഡ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. രാജ്യത്ത് സഹകരണ സംവിധാനങ്ങൾ ആരംഭിക്കണമെന്നും സമൂഹത്തിൽ സന്നദ്ധ സംഘടനാ സംവിധാനങ്ങൾക്ക് കൃത്യമായ പ്രാധാന്യം നൽകണമെന്നും ആർട്ടിക്കിൾ 43 ഗാന്ധിയൻ ആശയമായിട്ട് DPSPയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഗാന്ധിയുടെ ആശയമാണ് ടു പ്രൊമോട്ട് ദി എഡ്യൂക്കേഷണൽ ആൻഡ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SC ആൻഡ് ST. അല്ലേ, നമ്മുടെ സമൂഹത്തിലെ താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ ഒരുപാട് ചൂഷണങ്ങൾ അനുഭവിച്ചിരുന്ന വിഭാഗങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ളൊക്കെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ SC ST വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസവും സാമ്പത്തിക താല്പര്യങ്ങളും സംരക്ഷിക്കണമെന്നും അവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സഹായങ്ങൾ ഉറപ്പാക്കണമെന്നും ഗാന്ധിൻ്റെ ഒരു ആശയമായിട്ട് ആർട്ടിക്കിൾ 46 പറയുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആശയം ടു പ്രോഹിബിറ്റ് ദ കൺസംഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് വിച്ച് ആർ ഇൻജൂറിയസ് ടു ഹെൽത്ത്. നമ്മുടെ ആരോഗ്യത്തിനൊക്കെ മോശമാകുന്ന അല്ലെങ്കിൽ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളെയും പാനീയങ്ങളെയൊക്കെ രാജ്യത്ത് നിരോധിക്കുക എന്നുള്ളത് ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആശയമായിട്ട് DPSPയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആറാമത്തേത് പറയുന്നത് ടു പ്രോഹിബിറ്റ് ദി സ്ലോട്ടർ ഓഫ് കൗസ് ആൻഡ് അതർ മിൽക്സ് ആൻഡ് ഡ്രോട്ട് കാറ്റിൽ ആൻഡ് ടു ഇംപ്രൂവ് ദെയർ ബ്രീഡ്സ്. നമ്മുടെ രാജ്യത്ത് പശുക്കളെ
അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളൊക്കെ സംരക്ഷിക്കണമെന്നും രാജ്യത്ത് മൃഗങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും അവയെ അന്യായമായി കൊലപ്പെടുത്തുന്നത് ഇല്ലാതാക്കണമെന്നും ആർട്ടിക്കിൾ 48 വിശദീകരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ഗാന്ധിയുടെ ആശയങ്ങൾ എന്നുള്ള രീതിയിൽ DPSPയിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ലിബറൽ ആശയങ്ങൾ, ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയും. അപ്പോൾ ലിബറൽ ആശയങ്ങൾ ഏതൊക്കെയാണ് DPSPയിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആ ലിബറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് യൂറോപ്പിൽ നിലനിന്നിരുന്ന ചില ആശയങ്ങൾ അന്ന് ഇന്ത്യയുടെ ഭരണഘടനയിൽ DPSPയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒന്നാമത്തേത് എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദി കൺട്രി. രാജ്യത്ത് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്, യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കുക. ഇപ്പം നമ്മളെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് പ്രധാനമായിട്ടും 2 തരത്തിലാണ് നിയമങ്ങൾ ഉണ്ടാവുക. ഒന്ന് സിവിൽ നിയമങ്ങളും, രണ്ടാമത്തേത് ക്രിമിനൽ നിയമങ്ങളും. അതിൽ ക്രിമിനൽ നിയമങ്ങൾ എല്ലാവർക്കും സെയിം ആണ്. അപ്പോൾ സിവിൽ നിയമങ്ങളിൽ മാത്രമാണ് ചെറിയ മാറ്റമുള്ളത്. അപ്പോൾ ഓരോ വിഭാഗത്തിനും അവരുടേതായ നിയമം ഫോളോ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ രാജ്യത്ത് മൊത്തത്തിൽ ഒരൊറ്റ നിയമം എന്നുള്ള വ്യവസ്ഥിതിയില്ല. അപ്പോൾ അത്തരം ഒരു സംവിധാനത്തിൽ രാജ്യത്ത് ഭാവിയിൽ എല്ലാവർക്കും യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്നുള്ളത് ആർട്ടിക്കിൾ 44 വിശദീകരിക്കുന്നുണ്ട്. അതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദി ഏജ് ഓഫ് 6 years. അതായത് 6 വയസ്സ് കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കണം എന്നുള്ളത് ആർട്ടിക്കിൾ 45 പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസം മാത്രമല്ല ഏർലി ചൈൽഡ്ഹുഡ് കെയർ, അവർ ശൈശവ കാലഘട്ടത്തിൽ കൃത്യമായ കെയർ അവർക്ക് ലഭിക്കുക എന്നുള്ളതും പറയുന്നുണ്ട്. പിന്നീട് ഈ ഒരു ഭാഗം നിയമമാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ആർട്ടിക്കിൾ 21A അനുസരിച്ചിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് വിദ്യാഭ്യാസം എന്നുള്ളത്. അത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്നുള്ള രീതിയിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇനി മൂന്നാമത്തെ ലിബറൽ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് ടു ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഓൺ മോഡേൺ ആൻഡ് സയൻറ്റിഫിക് ലൈൻസ്. നമ്മുടെ നാട്ടിൽ ശാസ്ത്രീയമായ രീതിയിൽ കാർഷിക മേഖലയെയും മൃഗസംരക്ഷണ മേഖലയെയും മൃഗങ്ങളെ വളർത്തലിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ആർട്ടിക്കിൾ 48 വിശദീകരിക്കുന്നത്. അടുത്തത് പറയുന്നത് ടു പ്രൊട്ടക്റ്റ് ഇംപ്രൂവ് ദി എൻവയോൺമെൻറ്റ് ആൻഡ് സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കണം. അതോടൊപ്പം രാജ്യത്തിൻ്റെ വനങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തുള്ള മൃഗങ്ങളെയൊക്കെ കൃത്യമായി സംരക്ഷിക്കണമെന്നും ആർട്ടിക്കിൾ 48A വിശദീകരിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് ടു പ്രൊട്ടക്ട് മോണുമെൻറ്റ്സ്, പ്ലേസസ്, ഒബ്ജക്ട്സ് ആൻഡ് ആർട്ടിസ്റ്റിക് ഓർ ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ് വിച്ച് ആർ ഡിക്ലെയർഡ് ടു ബി നാഷണൽ ഇമ്പോർട്ടൻസ്. രാജ്യത്ത് പ്രാധാന്യമുള്ള ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഉണ്ടാകും, അതായത് ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ. അതോടൊപ്പം മോണുമെൻറ്റ്സ് എന്ന് പറയുമ്പം നമ്മളെ ചരിത്രത്തിൽ കൃത്യമായ പ്രാധാന്യം നൽകുന്ന ചില സ്ഥലങ്ങളിലുള്ള വിഗ്രഹങ്ങളാകാം, അല്ലെങ്കിൽ ചില നിർമ്മിതികളാവാം. അത്തരം നിർമ്മിതികളെയൊക്കെ നമ്മൾ കൃത്യമായി സംരക്ഷിക്കണം. ദെൻ ആർട്ടിസ്റ്റിക് ഓർ ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ്, നമ്മളെ കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കളെയൊക്കെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 49 പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 50 പറയുന്നത് ടു സെപ്പറേറ്റ് ദ ജുഡീഷ്യറി ഫ്രം ദി എക്സിക്യൂട്ടീവ് ഇൻ ദി പബ്ലിക് സർവീസ് ഓഫ് ദി സ്റ്റേറ്റ്. നമ്മുടെ രാജ്യത്ത് സെപ്പറേറ്റ് ജുഡീഷ്യറി, അതായത് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവിനെയും കൃത്യമായി സെപ്പറേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ജുഡീഷ്യറിൻ്റെ കാര്യത്തിൽ ബാക്കിയുള്ളവരൊന്നും ഇടപെടാൻ പാടില്ലെന്നോ ജുഡീഷ്യറി ഒരു ഒറ്റ സംവിധാനമായിട്ട് നിലനിൽക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് കോടതി സംവിധാനം കൃത്യമായി സ്വതന്ത്രമായി നീതി ലഭ്യമാകുന്നതിന് വേണ്ടി ശ്രമിക്കണമെന്നോ അത് മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്താൻ പാടില്ലെന്നും പറയുന്ന ഒരു ആശയമാണ്. അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഭാഗത്ത് നമ്മളെ പാർലമെൻറ്റ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വിഭാഗം, ബ്യൂറോക്രസി, ഇവരൊക്കെ കോടതിയുടെ വശത്ത് നിന്ന് മാറ്റി നിർത്തണം. കോടതിയുടെ വശത്ത് എന്ന് പറഞ്ഞാൽ കോടതിയുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നല്ല, കോടതിയെ സ്വതന്ത്രമാക്കി നിർത്തണമെന്നും ഈ വിഭാഗങ്ങൾക്കൊന്നും യാതൊരു സ്വാധീനവും ഇല്ലാത്ത രീതിയിലാണ് കോടതി പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതുമാണ് ഇവിടെ പറയുന്നത്.
അതാണ് ടു സെപ്പറേറ്റ് ദി ജുഡീഷ്യറി ഫ്രം ദി എക്സിക്യൂട്ടീവ് ഇൻ ദി പബ്ലിക് സർവീസ് ഓഫ് ദി സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 50 പ്രകാരം ഇന്ത്യയിലെ കോടതി സംവിധാനങ്ങളെയും എക്സിക്യൂട്ടീവിനെയും കൃത്യമായി വേർതിരിക്കണമെന്നും അതുവഴി സുതാര്യമായ നിയമ സംവിധാനം രാജ്യത്ത് ഉറപ്പുവരുത്തണമെന്നും ആർട്ടിക്കിൾ 50 വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ 7ാമത്തെ ലിബറൽ പ്രിൻസിപ്പിളായിട്ട് പറയുന്നതാണ് ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. നമ്മുടെ രാജ്യം ലോകത്ത് തന്നെ സമാധാനം ഉറപ്പാക്കുന്നതിനും കൃത്യമായി ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുന്നതിനും ശ്രമിക്കണം എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ സമാധാനപരമായി പരിഹരിക്കണം, അതായത് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പരിഹരിക്കണമെന്നും അതോടൊപ്പം നമ്മൾ മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കണമെന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ആർട്ടിക്കിൾ 51 വിശദീകരിക്കുന്നുണ്ട്. അതൊരു ലിബറൽ പ്രിൻസിപ്പിളായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ടത് എന്താണ് DPSP എന്നുള്ളതാണ്. അപ്പോൾ DPSP എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമാകുന്ന അവസരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഭരണഘടന തയ്യാറാക്കുന്ന അവസരത്തിൽ അന്ന് നിയമങ്ങളാക്കി മാറ്റാത്ത ചില കാര്യങ്ങൾ പിന്നീട് നമ്മുടെ രാജ്യത്ത് നിയമങ്ങളാക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അതിനെയാണ് അല്ലെങ്കിൽ രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ പരിഗണിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെയാണ് DPSP എന്നുള്ള പേരിൽ അന്ന് ഭരണഘടന ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4 ഈ ഒരു DPSP ഉൾക്കൊള്ളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ DPSP പാർട്ട് 4 ഉൾക്കൊള്ളിച്ചു. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് എടുത്തത്. പ്രധാനമായിട്ടും 3 തരത്തിൽ DPSPയെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ 3 തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഒന്ന് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ആണ്, രണ്ടാമത്തേത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ്, മൂന്നാമത്തേത് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിളാണ്. ഇങ്ങനെ ഈ പ്രിൻസിപ്പിൾസൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടന ഉൾക്കൊള്ളിച്ച് ഭാവിയിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. അതിലൊരുപാട് കാര്യങ്ങൾ ഇന്ന് നിയമമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ച് പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.